ഞാനിപ്പോ നിക്കണ എന്റെ അലങ്കാര വാഴയുടെ അരികിലാണ്. അപ്പൊ ഇതിന്റെ ഫ്ലവർ വന്നിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാനാണ്. കണ്ട, ഇതിന്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. കണ്ട, ഇത് വിരിഞ്ഞ് വരുമ്പോ കണ്ടില്ലേ, ഇതേപോലെയാണ്. നല്ല കളർ കണ്ടില്ലേ, നല്ല പിങ്ക് കളറും. അതേപോലെ തന്നെ ഇത് സാധാരണ പഴം പോലെ തന്നെയാണ് ഇരിക്കണത്. കണ്ട, നല്ല ഓറഞ്ച് കളറിലുള്ള പൂക്കളൊക്കെ വിരിഞ്ഞിക്കണത് കണ്ടില്ലേ. പിന്നെ ഇത് കഴിക്കാൻ പറ്റണ പഴമല്ല കേട്ടാ, ഇത് അലങ്കാരത്തിന് നട്ടുവളർത്തണ വാഴയാണ്. ഇതിന്റെ വാഴയിലൊക്കെ നമ്മുടെ സാധാ വാഴയുടെ ഇല പോലെ തന്നെയാണ് വാഴയിലേക്ക് ഇരിക്കണത്. പിന്നെ ഇത് അധികം പൊക്കം വെക്കാണ്ട് തന്നെ ഇതേപോലെ ഫ്ലവർ ചെയ്യും. സാധാരണ വാഴയുടെ കൊല ഇങ്ങനെ താഴേക്കല്ലേ കിടക്കണത്. പക്ഷെ ഈ അലങ്കാര വാഴത് മുകളിലോട്ട് നിക്കുള്ളൂ, ഫ്ലവറൊക്കെ വിരിഞ്ഞ് നിക്കണ പോലെ. അപ്പൊ നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നട്ടുവളർത്താൻ പറ്റിയതാണ് ഇത്. സ്റ്റേജ് ഡെക്കറേഷനും അതേപോലെ ഡെക്കറേഷന്റെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കണ ഒരു വാഴ കൂടിയാണ് ഇത്. അപ്പൊ ഇതിന്റെ വാഴ സാധാ വാഴക്കണ്ണുകൾ ഉണ്ടാവണ പോലെ തന്നെയാണ് തടത്തിന്ന് കണ്ടതിന് കണ്ണുകളൊക്കെ വന്നത്. പിന്നെ ഈ പഴത്തിന്റെ ഉള്ളില് കായകൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കായകൾ നമുക്ക് പാകി മുളപ്പിച്ചും തൈകൾ ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു അലങ്കാര ചെടി കൂടിയാണ് ഈ വാഴ. അപ്പൊ ചെടികളൊക്കെ നട്ടു പിടിപ്പിക്കണവർക്ക് എന്തായാലും നല്ലൊരു ഭംഗിയുള്ള ചെടി തന്നെയാണ് ഇത്.